കാരണം 100 പേര് താമസിക്കുന്ന ക്യാമ്പിലേക്ക് രാവിലെ കൊണ്ടുവന്ന സവാളയും ഉള്ളിയും പച്ചമുളകും കൊണ്ടുവന്ന ഗ്യാസ് തിരിച്ചെടുത്തോണ്ട് പോയി. നിങ്ങൾ ഈ ക്യാമ്പിൽ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു അടുപ്പും പാത്രവും കൊടുത്ത് അവരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവർ ദൂരപ്രദേശത്തു നിന്നൊക്കെ വന്നവരാണ്. അവർക്ക് ക്യാമ്പ് ഒരുക്കണം എന്ന് പറയുമ്പം അധികാരികളുടെ മുനിസിപ്പൽ സെക്രട്ടറിയുടെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുടെ മറുപടി എന്ന് പറയുന്നത് അവർക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോട്ടെ, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവർക്ക് ക്യാമ്പ് ഒരുക്കാൻ പറ്റുകയില്ല എന്ന ധിക്കാരമായിട്ടുള്ള വർത്തമാനമാണ് മുനിസിപ്പൽ അധികാരികളുടെയും അതുപോലെ ഈ ക്യാമ്പിന് ഇവിടുത്തെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കേണ്ട മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്തു നിന്നും വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. രാവിലെ എന്നിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു, എങ്ങനെയാലും നിങ്ങൾ വിഷയം പരിഹരിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പം കണ്ടില്ലേ എത്ര അഹങ്കാരം. ഈ ക്യാമ്പുകൾ സർക്കാർ ഇതിനെക്കാട്ടിയും വലിയ പ്രളയം നമുക്കുണ്ടായിട്ടുണ്ട് 2018 19. എത്ര ഭംഗിയായിട്ടാണ് ക്യാമ്പുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പൂവത്തൊരു ക്യാമ്പുണ്ട്, പൂവത്ത് ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ ഇന്നലെ ഞങ്ങൾ പച്ചക്കറിയും പലചരക്കും കൊണ്ട് കൊടുത്തു. ചുറ്റും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ക്യാമ്പാണ് പൂവ സ്കൂൾ എന്ന് പറയുന്നത്. വള്ളത്തിൽ കയറിയിട്ടാണ് അവിടെ സാധനം എത്തിക്കേണ്ടത്. അവിടെ സാധനങ്ങൾ ചെല്ലുന്ന റേഷൻ പോലെയാണ്. ഇന്ന് ആവശ്യമുള്ള സാധനം രാവിലെ 8 മണിക്ക് ചെല്ലേണ്ട സാധനം 10 മണിക്ക് ചെല്ലും. രാവിലത്തെ ഭക്ഷണം വെക്കേണ്ടതാണ്. ഉച്ചയ്ക്കത്തെ താമസിച്ചു വൈകിട്ടത്തെ ചെല്ലുന്ന 8 മണി 7 മണി നേരത്താണ് അരിയും മറ്റു പലവ്യഞ്ജനവും ചെല്ലുന്നത്. അത് ഒരു ദിവസത്തെ കണക്കിന് അന്നത്തെ മാത്രം. പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കണം. മണിക്കൂറുകൾ കാത്തിരുന്ന് സമയം തെറ്റി ഈ കുറച്ച് സാധനങ്ങൾ എത്തുന്നു. ഇത് അവർ പാചകം ചെയ്ത് ഇവർ കഴിക്കുന്നു. ഇതാണ് ചങ്ങനാശ്ശേരിയിലെ പല ക്യാമ്പുകളുടെയും പൊതു സ്വഭാവം. ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങളില്ല, ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നില്ല. ഇങ്ങനെ എല്ലാം അലങ്കോലപ്പെട്ടും ആകെ എല്ലാം തകരാറിലായിട്ടാണ് ക്യാമ്പുകൾ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഞങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇവിടുത്തെ DYFI ടൗണിലെ